നമസ്കാരം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 ആണ്ടിൽ തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള പല കാര്യങ്ങളിലും ധ്രുവീകരണം വേണ്ടിവരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ചില വിഭാഗങ്ങൾ ഒഴിവാക്കി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന വിഭാഗം നിലനിർത്താനും അതിൽ കൂടുതൽ പണം മുതൽ മുടക്കുവാനും വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ ഒരു മേഖല വിപുലീകരിച്ച് പ്രചരിപ്പിക്കാനൊരവസരം ഉണ്ടായിത്തീരും. തുടക്കത്തിൽ തന്നെ ഈ വർഷത്തിൻ്റെ, അതായത് 2023 പകുതി മുതൽ തന്നെ അതിനുള്ള തുടക്കം കുറിച്ചിരുന്നു. എന്നാൽ ഫലം കാണുക എന്നത് ഒരു പക്ഷേ ഈ വർഷത്തിലും പകുതി മുതൽ മാത്രമേ അതിലൊരു ഫലം കാണുവാൻ സാധ്യതയുള്ളൂ. ഔദ്യോഗികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം ജോലി ചെയ്തുകൊണ്ട് ഫലപ്രാപ്തി നേടുവാനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ തന്നെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാനൊരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രസ്ഥാനത്തിന് ലാഭവും നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അർഹമായിട്ടുള്ള രീതിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാത്തത് വഴി ഇത്രയും കാലത്തിൻ്റെ പ്രവൃത്തി പരിചയം വെച്ച് മറ്റ് ജോലികൾക്ക് അപേക്ഷ നൽകുവാനും വളരെ സുസ്ഥിരമായിട്ടുള്ളൊരു ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നല്ലൊരു പ്രസ്ഥാനത്തിൽ, ഒരു പക്ഷേ ബഹുരാഷ്ട്ര സ്ഥാപനത്തിലായിരിക്കാം, ഉന്നത പദവിയോടുകൂടി തന്നെ ഒരു ഉദ്യോഗം ലഭിക്കുവാനിടയുണ്ട്. ഒരു പക്ഷേ ഈ കഠിനാധ്വാനം ചെയ്തതിൻ്റെ നേട്ടമായിരിക്കാം. എല്ലാ കാര്യങ്ങളും പുതിയ ഭരണ സംവിധാനത്തോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി അവലംബിച്ചതിൻ്റെ നേട്ടമായിരിക്കാം. എന്തായാലും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുവാൻ ഇടയുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഒഴിവ് സമയം അല്ലെങ്കിൽ സായാഹ്ന വേളയിൽ ജോലി ചെയ്യുവാനും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു ഉദ്യോഗത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് പുതിയതായിട്ടുള്ള പാഠ്യപദ്ധതിക്കും ചേരുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പല വിദ്യാർത്ഥികൾക്കും ജന്മനാട്ടിൽ പഠിക്കുന്നത് സ്വല്പം കുറവാണ് എന്ന തോന്നലൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും സാമ്പത്തിക ശേഷി കുറവുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ തന്നെ വിദ്യാലയത്തിൽ പഠിക്കാനൊരു തീരുമാനം കൈക്കൊള്ളുവാൻ ഒരുപക്ഷെ മാതാപിതാക്കളുടെ സാമ്പത്തികമായിട്ടുള്ളൊരവസ്ഥ കുറവുള്ളത് കൊണ്ടായിരിക്കാം. വേറെ ചിലർക്ക് വികസിത രാഷ്ട്രത്തിൽ ചില വിദ്യാലയങ്ങളിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ളൊരവസരത്തെ തീർത്തും അവിചാരിതമായിട്ട് വന്നു ചേരുവാനും ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം എന്നുള്ള നിലയിലായിരിക്കും പ്രവേശനം ലഭിക്കുവാനിടയുള്ളത്. തീർത്തും അവിചാരിതമായിട്ട് ഇങ്ങനൊരവസരം വിദ്യാർത്ഥികൾക്ക് വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ വർഷം പല വിധത്തിലുള്ള പരീക്ഷകളും എഴുതിയ പല വിദ്യാർത്ഥികൾക്കും പരാജയങ്ങളുണ്ടായിരുന്നു. വിജയ ശതമാനം കുറവായിരുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ ഉപരിപഠനത്തിനോ മറ്റു പല സാഹചര്യങ്ങൾക്കൊക്കെ തന്നെ വളരെ കുറവായിരുന്നു. എന്നാൽ മെയ് മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ, അതായത് 2024 മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എഴുതുന്ന പരീക്ഷകളിലും അതേപോലെ തന്നെ ചർച്ചകൾ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനും സാധ്യതയുണ്ട്. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അവിചാരിതമായിട്ട് ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഉദ്ദേശിച്ച പോലെ അംഗീകാരം എന്ന് വെച്ചത് അവിചാരിതമായിട്ട് എന്ന് പറയുന്നത് മെയ് മാസം വരെ ഈ വർഷത്തിൽ ഇത് കിട്ടില്ല. മെയ് മാസത്തിന് ശേഷമാണ്, ഈ വർഷത്തിൻ്റെ ഒടുവിൽ മാത്രമേ അത് ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. പലപ്പോഴും ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ടും ചിട്ടയോടുകൂടിയതായുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ അല്ലാത്തത് കൊണ്ടും പ്രകൃതി ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങൾ വന്ന് പിടിപെടുവാനും അത് ഈ പരിശോധനയിലൊക്കെ പല വിധത്തിലുള്ള പല കണ്ടെത്തലുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് യോഗയും പ്രാണായാമമൊക്കെ ശീലിച്ചുകൊണ്ട് അതൊരു ക്രമീകരിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ വർഷം 2022 തന്നെ ഏറ്റെടുത്തതായിട്ടുള്ള പല കർമ്മമണ്ഡലങ്ങളും കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ മാസം മുതലേ അതിന് തുടക്കം കുറിക്കാൻ സാധിച്ചുള്ളൂ. സ്വന്തം തെറ്റുകുറ്റങ്ങളെ കൊണ്ടല്ലെങ്കിൽ പോലും ആ ഒരു കരാർ വ്യവസ്ഥയുടെ അപാകതകൾ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു സ്വഭാവം, ആ കരാർ വ്യവസ്ഥകളുടെ സ്വഭാവം അനുസരിച്ച് കാലതാമസം വരുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു വർഷം അതെല്ലാം പൂർത്തീകരിക്കുവാനും പ്രതീക്ഷിച്ചതിലുപരി
സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കും യോഗം കാണുന്നതുമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. കാർഷികമായിട്ടുള്ള മേഖലയിൽ കഴിഞ്ഞ വർഷത്തെ അനുഭവം വിലയിരുത്തി ഈ വർഷം പുതിയതായിട്ടുള്ള സംവിധാനം അവലംബിച്ചും കൊണ്ടും ആധുനിക സംവിധാനത്തിനോടൊപ്പം കൃഷി വകുപ്പിൻ്റെ സഹകരണത്തോടു കൂടിയും ഒരുപക്ഷെ വേണ്ടപ്പെട്ടവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഒരു കർഷകൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഉദ്ദേശിക്കുന്നതിലുപരി വിളവെടുപ്പ് വന്നു ചേരുവാൻ ഈ വർഷം യോഗം കാണുന്നുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി അന്യനാട്ടിൽ ജോലി ലഭിക്കുകയും ഇതിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം ജോലിയിൽ യാത്രകളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദമുണ്ടാകുന്ന വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കി അങ്ങനെ ഒരു ക്രമീകരിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. കഴിഞ്ഞ വർഷം നിർത്തിവെച്ചതായിട്ടുള്ള ഈ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പുനരാരംഭിച്ച് ഈ ഒരു വർഷം ഗൃഹപ്രവേശന കർമ്മത്തിന് യോഗം കാണുന്നുണ്ട്. അവിചാരിതമായിട്ട് അവധി ലഭിക്കുന്നത് വഴി വികസിത രാഷ്ട്രത്തിൽ നിന്നും ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ വന്നു ചേരുവാനും സഹപാഠികളെയും കാണുവാനും പൂർവ്വകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരം ഉണ്ടായിത്തീരും. സാമ്പത്തിക ശേഷി കുറവുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് ഉപരിപഠനം, വിവാഹം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ അസുഖാവസ്ഥകൾ കണക്കിലെടുത്ത് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും തണുപ്പ് രാജ്യത്ത് നിന്നും മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് ഉദ്യോഗമാറ്റത്തിന് അപേക്ഷ നൽകുവാൻ അവസരമുണ്ടായിത്തീരും. എന്നാൽ ജീവിത പങ്കാളിക്ക് ഈ ഒരു വർഷത്തിൻ്റെ പകുതിയിൽ മാത്രമേ അതിലൊരു അവസരം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉദ്യോഗത്തിനോടനുബന്ധമായി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധ്യതയുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ പലപ്പോഴും ദീർഘകാല സുരക്ഷയ്ക്ക് അനുയോജ്യമാവുകയും പലവിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുവാനും സ്വല്പം ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലും മനസ്സിൽ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് വ്യവസായം ഒരുപക്ഷെ ധ്രുവീകരിക്കണമോ എന്ന തോന്നലുണ്ടാകുമെങ്കിൽ പോലും ധ്രുവീകരിച്ചാൽ പോലും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറയും, ലാഭശതമാനം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റു ചില സ്ഥാപനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും വേണ്ടപ്പെട്ടവർ നിർദ്ദേശിക്കുന്നതും അനുഭവജ്ഞാനമുള്ളവർ ഉപദേശിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി സ്വീകരിച്ചും കൊണ്ട് അത് അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളിലെല്ലാം നഷ്ടകഷ്ടങ്ങളെ ഒഴിവാക്കുവാനും പ്രതീക്ഷിച്ചതിലുപരി ലാഭം വന്നു ചേരുവാനും ഇടയുണ്ട്. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന മാതാപിതാക്കളുടെ ചിന്തകൾക്ക് സ്വന്തം ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുവാൻ അവസരം വന്നു ചേരും. കീഴ് ജീവനക്കാർക്ക് പരിശീലനം കൊടുക്കുന്നത് വഴി പ്രസ്ഥാനത്തിന് ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയും പുതിയ ഭരണ സംവിധാനവും അവലംബിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസക്കാലങ്ങളിൽ ചെറിയ തോതിൽ പകർച്ചവ്യാധി പിടിപെടുവാനും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ തന്നെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ചിന്തകൾ ശരിയാണോ, പല കാര്യങ്ങളിലും മറവി സംഭവിക്കുമോ, അമിതമായുള്ള ആത്മവിശ്വാസം ഉണ്ടാകുമോ എന്ന പല വിധത്തിലുള്ള ധാരണകളും മറ്റുള്ളവരിൽ നിന്നും ഇതിന് ചില നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുവാനും ആത്മപരിശോധന നടത്തിക്കൊണ്ട് ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനം വേണ്ടി വരുവാനും ഇടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അബദ്ധമുള്ള ചിന്തകളെ ഒഴിവാക്കുവാൻ ക്രിയാത്മകമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം
സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും നീർക്കെട്ട്, സന്ധിവേദന എന്നിവ വർദ്ധിക്കുന്നതിനാൽ യോഗയും പ്രാണായാമമൊക്കെ തന്നെ പരിശീലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ചില പ്രതിരോധ ശക്തി വർദ്ധിക്കുക മാത്രമല്ല സാംക്രമിക രോഗങ്ങളെപ്പോലും അതിജീവിക്കാനുള്ളൊരവസരമുണ്ടാകും. ഒരു പക്ഷേ ചില കാര്യങ്ങളിൽ എല്ലാ വർഷവും വർഷക്കാലത്ത് ചില അസുഖങ്ങൾ വന്നു ചേരുക പതിവുള്ളത് ആ ഒരു സാംക്രമിക രോഗങ്ങളെപ്പോലും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനും പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു 2024 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.